Hi everyone, how are you beautiful people? This is me Sumay and welcome back to my video. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഈ ഒരു ഡേ എങ്ങനെ ഇന്നത്തെ ദിവസം പോയി എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പം ഈ സംഭവത്തിൻ്റെ കാര്യം ഞാൻ എന്തായാലും പറയാം. സോ ഇന്നത്തെ ദിവസം ഞാൻ ഫ്യൂ ഡേയ്സ് മുന്നേ ഞാൻ ഒരു ഗൈനക്കിനെ കണ്ടായിരുന്നു. എനിക്ക് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കാനിങ് എനിക്ക് ഡോക്ടർ എഴുതി തന്നു, USS അബ്ഡോമിൻ ആൻഡ് പെൽവിസ്. അപ്പോൾ ഈ ഒരു സ്കാനിങ് അവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അത് അവിടെ ചെയ്യാത്തത് കൊണ്ട് പുറത്തുനിന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ ഞാനത് ആ ഒരു സ്കാൻ ഇവിടെ വർക്കല ദേവി സ്കാൻസിൽ പോയി ചെയ്തു. എൻ്റെ റിസൾട്ട് എല്ലാം ഒക്കെ വാങ്ങിച്ചു. ഒരു 11:30 11:40 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ KTCTയിലേക്ക് പോയി. പിന്നെ അവിടെ തൊട്ട് പിന്നെ ഒരു 4-4:30 വരെ ഞാൻ KTCT തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 4 ഇയേഴ്സ് മുന്നേ, അതായത് 2021 ഒരു വർക്കൗട്ടിൽ ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഇഞ്ചറി പറ്റി. റൈറ്റ് ഹാൻഡിൻ്റെ റിസ്റ്റിലെ ലിഗമെൻറ്റിൽ എനിക്കൊരു ടയറിങ് വന്നു. അപ്പോൾ ഈ ടയറിങ് വന്ന സമയത്ത് എന്താ പറയുക, ഞാൻ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല. പ്രോപ്പറായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ റെസ്റ്റ് ചെയ്യാനോ ഒന്നും നിന്നില്ല. ആൻഡ് ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ പോലും ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടില്ല. നമുക്ക് ഈ അറിവ് കൂടിപ്പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ചിലവത്തെന്ന് പറയുമല്ലോ. എൻ്റെ കയ്യിലിപ്പോൾ കാരണത്താൽ വന്നതാണ്. അറിവ് കൂടിപ്പോയതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ചില സമയത്തുണ്ടേ. പറയുന്നത് ചില സമയത്ത് നമ്മൾ കേൾക്കത്തില്ല. ആ സമയത്ത് മാനസികാവസ്ഥയിൽ ചിലപ്പോൾ കേൾക്കാൻ ചിലപ്പോൾ നമ്മളെ ബ്രെയിൻ അനുവദിക്കത്തില്ല. അതാണ് സത്യം. അപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ആ ടൈമിൽ ഓർത്തോഡോക്സ് KTCT ഹോസ്പിറ്റലിൽ, കലമ്പലത്ത് KTCT ഹോസ്പിറ്റലിൽ ഡോക്ടർ സാബു മുഹമ്മദ് നൈന എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ്, ഓർത്തോഡോക്സാണ്. അപ്പോൾ ആളിനെ തന്നെയാണ് ഞാൻ ഇന്നും പോയി കണ്ടത്. കാരണം ബിക്കോസ് എനിക്ക് ഈ ഒരു റിസ്റ്റിലെ പെയിൻ ഭയങ്കര ഒരു സിവിയറായിട്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു. കാര്യം 4 ഇയേഴ്സായിട്ട് ഞാൻ ഈ വേദനയും കൊണ്ട് സഹിച്ച് നടന്നു. പക്ഷേ ഇപ്പോൾ ഇത്തിരി കൂടെ സിവിയർ ആവാൻ കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളെ ബസ്സിലും ഒക്കെ ഞാനിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നത് കൊണ്ട് നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സഹിച്ച് നമുക്ക് ചില പെയിൻസൊക്കെ നമുക്ക് ശീലമായി കഴിയുമ്പോൾ പിന്നെ നമ്മളതങ്ങ് എന്താ പറയുക, നമ്മളെ ഡെയിലി ലൈഫിൽ അങ്ങ് ആയി. ആ ഡെയിലി റൂട്ടീനിൽ അതങ്ങ് പെടുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വലിയ കെയർ കൊടുക്കത്തില്ല. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു, ഇടയ്ക്കൊക്കെ ഈ പെയിൻ ഭയങ്കര സിവിയർ ആവും. കാര്യം ഞാൻ തൂക്കുമ്പോഴോ അല്ലെങ്കിൽ തുടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലും പാചകം കാര്യങ്ങൾ, വെജിറ്റബിൾസ് കട്ടിങ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി, ഞാൻ റൈറ്റ് ഹാൻഡഡ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ബസ്സിലെ മുകളിലെ കമ്പിയിലൊക്കെ ഞാൻ പിടിക്കുന്ന റൈറ്റ് ഹാൻഡ് ഇട്ടുകൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ന് പോയി കാണിച്ചത്. ഇന്ന് പോയി കാണിച്ചു. എനിക്ക് ഡോക്ടർ പറഞ്ഞത് ഒരു സ്റ്റെറോയിഡ് 2 ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ ആയിരുന്നു. നമുക്ക് ഡയറക്റ്റ് ആ ഒരു റിസ്റ്റിൻ്റെ അവിടുത്തെ എല്ലിൽ ഡയറക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ, ആ എക്സ്പീരിയൻസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളെ മൈനർ OTയിലൊക്കെ കൊണ്ടുപോയി. മൈനർ OT മീൻസ് മൈനർ ഓപ്പറേഷൻ തിയേറ്ററാണ്. അവിടെ കൊണ്ടുപോയി ആസ് യൂഷ്വൽ സർജറി ചെയ്യുന്നതിനൊക്കെ മുന്നേയൊക്കെ നമ്മളെ കുറേ സൊല്യൂഷനൊക്കെ, ബ്രൗൺ കളറിലൊരു സൊല്യൂഷൻ ഇല്ലേ, അതൊക്കെ ഒഴിച്ച് ഫുള്ള് ക്ലീനപ്പൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ 2-3 തവണ എൻ്റെ കൈയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തു. പിന്നെ ഇഞ്ചക്ഷൻ ഡയറക്റ്റ് എൻ്റെ റിസ്റ്റിൻ്റെ അവിടത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓണസ്റ്റ്ലി നമ്മൾ സാധാരണ വെയിനിൽ നമ്മൾ നരമ്പിൽ എടുക്കുന്ന പോലെ അല്ല ഈ ഒരു വേദന എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് എല്ലിലേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ നരമ്പിൽ നമ്മൾ നോർമലി ഇഞ്ചക്ഷൻ കുത്തുന്നതിനേക്കാളും അപ്പുറം നല്ല സുഖമുണ്ടായിരുന്നു. 3 അവിടെ കുത്തിയത് കൊണ്ട് എല്ലാ സുഖമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് കയ്യിൽ കിട്ടിയത്. ഈ ഒരു ബാൻഡേജൊക്കെ ഒരു ചുറ്റി തന്നു. 5 ഡേയ്സ് റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. 5 ഡേയ്സ് ഇത് ഫുള്ള് കെട്ടിക്കൊണ്ട് നടക്കണം. 5 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറിനെ കാണാൻ പോകണം. പിന്നെ 5 ദിവസത്തേക്കുള്ള മെഡിക്കേഷൻസൊക്കെ തന്നു. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി പറ്റുകയാണെങ്കിൽ എന്നെ പോലത്തെ മന്ദബുദ്ധിത്തരം കാണിക്കരുത്. ഡോക്ടറിനെ അപ്പം തന്നെ പോയി കാണുക. ഡോക്ടർ പറയുന്നത് പോലെ കേൾക്കുക. അറിവ് കൂടിപ്പോയതിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണിക്കരുത്. ഇന്നത്തെ എൻ്റെ ദിവസം അങ്ങനെ തന്നെ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഈ ഒരു ഇഞ്ചക്ഷനും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞു പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ വർക്കലയിൽ വന്നു. നമ്മൾ വർക്കലയിൽ ബഡാ ബസാർ എന്ന് പറഞ്ഞൊരു ഇത് റൗണ്ട് അബൌട്ടിൻ്റെ അടുത്ത്, വർക്കല റൗണ്ട് അബൌട്ടിൻ്റെ അടുത്തായിട്ട് ബഡാ ബസാർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ഞാൻ എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളം നിറച്ച് വെക്കാൻ പാകത്തിന് ഒരു 50 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക, 2-3 ക്ലിപ്പ്, 2-3 ഹെയർ ബാൻഡ്, ഇതൊക്കെ വാങ്ങിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിന് വേണ്ടി ഒരു ഇയറിങ് വാങ്ങിച്ചു.
അവളുടെ ബർത്ത്ഡേ ആയിരുന്നു മെനഞ്ഞാന്ന്. അപ്പോൾ അവൾ ഗൾഫിലാണ്, അവിടെ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാനിവിടെ നാട്ടിലുമാണല്ലോ. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുള്ളതുകൊണ്ട് ഹസ്ബൻഡ് പോകുമ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ മേടിച്ചു. സോ ഓവറോൾ എൻ്റെ ദിവസം ഇങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ അതാ വീട്ടിലിരിക്കുകയാണ്. ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 16-ാം തീയതി ആയിരിക്കും. 15-ന് ഷൂട്ട് ചെയ്തെങ്കിലും 16-ാം തീയതി ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് നെറ്റ്വർക്കിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അപ്ലോഡ് ആയെന്ന് വരത്തില്ല. അപ്പം വേറെ എന്താ, നിങ്ങളുടെയൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? എൻ്റെ ദിവസം ഇന്നത്തെ ദിവസം ഹോസ്പിറ്റലിലും ലാബിലും ഒക്കെ ആയിട്ട്, സ്കാനിങ് സെൻറ്ററിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ പോയതുകൊണ്ട് ആയിട്ടിരിക്കുക, പറഞ്ഞത് കാര്യമല്ല. സോ വാട്ട് എൽസ്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേളിൽ നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയിൽ ഡയറക്റ്റ് കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്, ശീലമില്ലാത്തതിൻ്റെ. അങ്ങനെ ഇന്ന് എൻ്റെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി. വേദന ഇപ്പോൾ എടുക്കുന്നുണ്ട്, കാരണം അനസ്തീഷ്യയും കൂടെ ചേർന്നിട്ടുള്ള ഇഞ്ചക്ഷനാണ്. അനസ്തീഷ്യയും മരുന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് അവിടെ എടുത്തത്. ഈ അനസ്തീഷ്യ വിടുമ്പോൾ സ്വാഭാവികമായിട്ട് പെയിൻ എടുത്ത് തുടങ്ങും. അപ്പോൾ എനിക്കിപ്പോൾ പെയിൻ എടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്നാലും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ ദെൻ ബൈ. നിങ്ങളെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ.